Hi students, welcome to Competitive Cracker. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ള സെറ്റ് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്കറിയാം സെറ്റ് എക്സാംസ് വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പരീക്ഷയിൽ ആവർത്തിച്ച് വരുന്ന മേഖലയിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an investment in equity in Indian companies through stock exchange in India is known by the name. ഇവിടെ നോക്കിയേ, an investment in equity of Indian companies through stock exchange in India is known by the name. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മുടെ കമ്പനികളിലെ ഇക്വിറ്റിയിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ GDR കൊടുത്തിട്ടുണ്ട്, ADR കൊടുത്തിട്ടുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ശരി ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, FII ആണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടുത്തെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ GDR ADRും നമുക്കറിയാം ഡെപ്പോസിറ്ററി റിസർവേഴ്സ് ആണ്. ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശത്തുള്ള ഒരാൾ നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതായത് സ്ഥലം വാങ്ങുക, കമ്പനി സ്ഥാപിക്കുക, വാഹനങ്ങൾ വാങ്ങുക, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. വിദേശത്തുള്ള ആൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളിലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, FII. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ എക്സ്പാൻഷൻ ഓഫ് IFRS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് IFRSൻ്റെ എക്സ്പാൻഷൻ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കാം, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ സിസ്റ്റം ആണോ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിവ്യൂ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണോ, ഇന്റർനാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണോ, ഇന്റർനാഷണൽ ഫ്രോഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണോ? ഏതാണ് അതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് അതിൻ്റെ ഉത്തരം. IFRS സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ, വൺ കമ്പനി ഈസ് വോണ്ടിങ് അപ്പ് ടു ഫോം എ ന്യൂ കമ്പനി. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാണ് ടു ഫോം എ പുതിയ കമ്പനി. 2 or more companies wound up form a new company. ഒരു പുതിയ കമ്പനിയായിട്ട് 2 കമ്പനികൾ ഒരു പുതിയ കമ്പനിയായിട്ട് യോജിക്കുന്നു. 1 or more existing companies taken over by another existing. ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി മറ്റൊരു എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനീനെ ഏറ്റെടുക്കുന്നു. ആൻഡ് എക്സിസ്റ്റിംഗ് കമ്പനീസ് ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്കാം, അമൽഗമേഷൻ, അബ്സോർപ്ഷൻ. അമൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പനികൾ ഒന്നിച്ചേരുന്നതാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി തുടങ്ങുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഏതാണ് മാച്ച് വരിക? ഓപ്ഷൻ ഡി ആണ് അവിടെ മാച്ച് വരിക. 1 ഡി, 2 എ അമൽഗമേഷൻ, ഇത് അബ്സോർപ്ഷൻ, ഇത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നോക്കാം അടുത്ത 4ാമത്തെ, ഫോർമേഷൻ എക്സ്പെൻസ് ഓഫ് എ കമ്പനി ഈസ് അതർവൈസ് നോൺ ആസ്. നമ്മുടെ കമ്പനി ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും. എന്താണ് പേര്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് ആണോ? അല്ല. ലീഗൽ ചാർജസ് ആണോ? അല്ല. പ്രിലിമിനറി എക്സ്പെൻസ് ആണോ? അതെ. മിസ്ലേനിയസ് എക്സ്പെൻസ് ആണോ? അല്ല. സോ ഇവിടുത്തെ ഉത്തരം, നമ്മുടെ ഫോർമേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഓപ്ഷൻ സി. ഓക്കെ, നോക്കാം. നമ്മുടെ സെറ്റിൻ്റെ കോഴ്സുകളെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് പോവാം. നമുക്കറിയാം പരീക്ഷ വരാൻ പോവുകയാണ്. ഫെബ്രുവരി മാസത്തിലാണ് പരീക്ഷ വരാൻ പോകുന്നത്. പഠനം വളരെ ശക്തമായി പോകേണ്ട ഒരു സമയമാണിപ്പോൾ. നമുക്കറിയാം നമ്മുടെ CCയിൽ സെറ്റ് പരീക്ഷകൾക്കായിട്ട് 90 ഡേയ്സിൻ്റെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ബാച്ചുകൾ പോകുന്നുണ്ട് സെറ്റ് കൊമേഴ്സിൻ്റെ. അതിനൊപ്പം നിങ്ങൾ വൈകി തുടങ്ങിയവരാണെങ്കിൽ 90 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ സെറ്റ് എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും, പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ഫ്രീ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു
അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മുടെ കോഴ്സ്. സോ നമ്മുടെ കോഴ്സുകളെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് 9746455514 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. സോ ഈ അവസരം നിങ്ങൾ പാഴാക്കണ്ട. ഇത്തവണ തന്നെ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോട് വെച്ച് മുന്നോട്ട് പോവാം. ഇനി നോക്കാം അഞ്ചാമത്തെ ഒരു ചോദ്യം. എന്താണ് നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. ആർ അതർവൈസ് നോൺ ആസ്. നേക്കഡ് ഡിബഞ്ചേഴ്സിന് മറ്റൊരു പേരാണ് നമുക്കറിയാം, ഏതാണ്? അൺസെക്യൂർഡ് ഡിബഞ്ചർ. അൺസെക്യൂർഡ് ഡിബഞ്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാ. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം. ലിസ്റ്റ് 1. പ്രിലിമിനറി സ്റ്റഡി ഓഫ് ആൻ അൺഫെമിലിയർ പ്രോബ്ലം സീക്കിംഗ് എ സൊല്യൂഷൻ ടു എ റിയൽ ലൈഫ് പ്രോബ്ലം. ഇതിലെ പലതരത്തിലുള്ള റിസർച്ചുകളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ആ റിസർച്ച് ഈ പറയുന്നതിൽ ഏത് റിസർച്ചിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നോക്കാം. പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ അൺഫെമിലിയർ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ പറ്റി പ്രാഥമികമായിട്ട് പഠിക്കുന്നത് ഏത് റിസർച്ചിലാണ് എന്നുള്ളതാണ്. അത് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏതാണ് നോക്കാം. സീക്കിംഗ് എ സൊല്യൂഷൻ ടു എ റിയൽ ലൈഫ് പ്രോബ്ലം. നമ്മുടെ റിയൽ ലൈഫിൽ നേരിടുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള റിസർച്ച്. ആൻസറിങ് ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് വൈ ഈസ് ഹാപ്പനിങ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു റിസർച്ച്. ഫൈൻഡിങ് ഫാക്ട് ടു എക്സ്പ്ലെയിൻ ഇംപെരിക്കൽ ഇവന്റ്സ് ആൻഡ് എൻറ്റിറ്റീസ്. ഇംപെരിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് എൻറ്റിറ്റീസിനെ പറ്റി അന്വേഷിക്കുന്നത്. ഇത് ഓരോന്നും ഏത് റിസർച്ച് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കാം. ഒരു സാധനത്തെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തുകയാണെങ്കിൽ, നമുക്ക് ഒട്ടും അറിയാത്ത മേഖലയെ പറ്റി പഠനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് ഏത് വരിക? പ്രിലിമിനറി സ്റ്റഡി. നേരെ മറിച്ച് നമ്മുടെ സൊല്യൂഷൻ, റിയൽ ലൈഫ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ വരുന്നത് ഏതാണ്? അപ്ലൈഡ് റിസർച്ചിലാണ്. പിന്നെ ആൻസറിങ് ക്വസ്റ്റ്യൻസ്, എന്താണ് നടക്കുന്നത്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതെല്ലാം ഏതിലാണ്? ഡയഗ്നോസ്റ്റിക് റിസർച്ചിലാണ്. പിന്നെ ഫൈൻഡിങ് ഫാക്ട് ഫൈൻഡിങ് റിസർച്ച് എന്ന് പറയുന്നത് ഏതാണ്? അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി നോക്കാം ഏഴാമത്തെ ചോദ്യം. ഡാഷ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ വൈൽ എഡിറ്റിംഗ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്നത് ഒരു ക്രൈറ്റീരിയ അല്ല എന്നാണ് പറയുന്നത്. നോക്കാം ഏതാണ്? കംപ്ലീറ്റ്നെസ് വേണം, കോംപ്ലക്സിറ്റി, കൺസിസ്റ്റൻസി, ഹോമോജീനിറ്റി. ഇവിടെ ഏതാണ്? കോംപ്ലക്സിറ്റി മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം വേണം. കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഒരു ഡാറ്റേനെ എഡിറ്റ് ചെയ്യില്ലല്ലോ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. കൺസിസ്റ്റൻസി വേണം എഡിറ്റിങ്ങിൽ, ഹോമോജീനിറ്റി വേണം ആ ഡാറ്റയിൽ. നേരെ മറിച്ച് കോംപ്ലക്സിറ്റി വരുത്താൻ വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത്, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1. റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തീസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഈസ് നോൺ ഓഫ് ടൈപ്പ് 1 എറർ. അതായത് ഒരു നൾ ഹൈപ്പോത്തീസിസ് ട്രൂ ആയിട്ടും നമ്മൾ എന്ത് ചെയ്തു? അതിനെ റിജക്റ്റ് ചെയ്തു. ഓക്കെ. പിന്നെന്താണ് രണ്ടാമത്തെ? ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് ഫോൾസ്. തെറ്റായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. ഇതിൽ ഏതാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എറർ എന്നാണ്? ശരിക്കും ഇതാണ് ടൈപ്പ് 1 എറർ, ഇത് ടൈപ്പ് 2 എറർ ആണ്. ഓക്കെ. അതായത് ശരിയായിട്ടുള്ള ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 1 എറർ ആണ്. തെറ്റായിട്ടുള്ള ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 2 എറർ ആണ്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. സോ ബോത്ത് ആർ ഫോൾസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി നോക്കാം. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും. ഇനി ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗമല്ലാത്ത ആര് എന്നുള്ളതാണ്? റീറ്റെയിലേഴ്സ്, കസ്റ്റമേഴ്സ്, ഹോൾസെയിലേഴ്സ്. ഇവിടെ നോക്കിയേ, കസ്റ്റമേഴ്സ് ഒരിക്കലും മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗമല്ല. ഈ മാർക്കറ്റിംഗ് മിക്സ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ കസ്റ്റമർ ഇതിന്റെ ഭാഗമല്ല, ഇത് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നോക്കാം 10ാമത്തെ ചോദ്യം. ദ ഫേസ് ഇൻ ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വിച്ച് നോർമലി ലാസ്റ്റ് ലോങ്ങർ വെൻ കമ്പയറിംഗ് ടു അതർ ഫേസസ്. നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചു. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന സ്റ്റേജ് ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മെച്യൂരിറ്റി പീരീഡ്, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് മെച്യൂരിറ്റി, ഈ ഒരു ഹൈ സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ കാലം കമ്പനി നിലനിൽക്കുക. എന്നിട്ട് അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് അത് ഡിക്ലൈനിലേക്ക് പോവുക ഗ്രാജുവലി. സോ ഓപ്ഷൻ
സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. ലോ ഇനീഷ്യൽ പ്രൈസ് ഫിക്സ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് എൻട്രി ഇൻ ടു ദ മാർക്കറ്റ് ഈസ് നോൺ ആസ്. താഴെ പറയുന്നതിൽ ഏത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഏറ്റവും ലോ ഇനീഷ്യൽ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കാം, സ്കിമ്മിങ് പ്രൈസ് ഉണ്ട്, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഉണ്ട്, ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് ഉണ്ട്, പെനട്രേഷൻ പ്രൈസിംഗ് ഉണ്ട്. സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്ത് പിന്നീട് പ്രൈസ് കുറയ്ക്കുന്ന രീതിയാണ്. കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പ്ലസ് പ്രൈസ് നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പ്രൈസിങ് രീതിയാണ്. ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമ്മുടെ കോസ്റ്റ് പ്ലസ് എല്ലാ കോസ്റ്റും കഴിച്ചിട്ടുള്ള നമ്മുടെ ചെലവ് വരുന്നത്, ആ ചെലവ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൈസിംഗ് രീതിയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ലോ ഇനീഷ്യൽ പ്രൈസിംഗ് വെച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് പെനട്രേഷൻ പ്രൈസിംഗ്. അപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള രീതി ഇതെല്ലാം നമ്മൾ എന്തിന് ഉപയോഗിക്കും? എൻട്രി, മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്റ്റ് എൻട്രി ചെയ്യാനായിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അത് പെനട്രേഷൻ പ്രൈസിംഗ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നോക്കാം 12. ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എന്റർപ്രൈസ് മൈക്രോ എൻവയോൺമെന്റ്. ഒരു എന്റർപ്രൈസിന്റെ മൈക്രോ എൻവയോൺമെന്റിൽ ഉൾപ്പെടാത്ത ഏതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ബിസിനസ്സിന് ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഈ എക്സ്റ്റേണലിൽ തന്നെ നമുക്കൊരു മൈക്രോ എൻവയോൺമെന്റ് ഉണ്ട്, അതിൽ മാക്രോ എൻവയോൺമെന്റ് ഉണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുറത്തുള്ള ആളുകൾ, അവരാണ് മൈക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സ്വാധീനിക്കാൻ കഴിയാത്ത, ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന പുറത്തുള്ള ആൾക്കാർ. ഇപ്പോൾ മാക്രോയിൽ വരുന്നതാണ് ഗവൺമെന്റ്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെന്റ്, സൊസൈറ്റി, അങ്ങനെയുള്ള മറ്റ് നിയമങ്ങൾ, ഇതെല്ലാം വരുന്നത് മാക്രോയിലാണ്. നേരെ മറിച്ച് സപ്ലയേഴ്സ് മൈക്രോയിലാണ്, കോമ്പറ്റീറ്റേഴ്സ് മൈക്രോയിലാണ്, ഗവൺമെന്റ് റെഗുലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മാക്രോയിലാണ്, കസ്റ്റമേഴ്സ് മൈക്രോയിലാണ്. സോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ടച്ച് ചെയ്ത് പോയി എന്നുള്ളൂ. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ് പഠനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ കോഴ്സുകളെ പറ്റി അന്വേഷിക്കുക, കോഴ്സുകൾ ജോയിൻ ചെയ്യുക, പഠനം ശക്തമാക്കുക. ഇത്തവണ തന്നെ സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്